ഹലോ, ഇന്ന് നമ്മൾ ജെഇ അഡ്വാൻസ്ഡ് 2026 പേപ്പർ 1 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. ഇന്ന് നമ്മൾ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ് us directly go into the solutions. പേപ്പർ 1 ഒന്നാമത്തെ ചോദ്യം, അത് that is from rotational dynamics. റോളിംഗ് ഡിസ്ക് പ്രോബ്ലമാണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് അതിൻ്റെ പിന്നിലെ കോൺസെപ്റ്റ് എന്ന് അനലൈസ് ചെയ്ത് ലെറ്റ് us start solving it. ചോദ്യം ഇതാണ്: എ ലാർജ് ഡിസ്ക് ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ ആൻഡ് ടു സ്മോളർ ഡിസ്ക് സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ 50 ലൈ ഓൺ ഇറ്റ് സർക്കംഫറൻസ്. They start in contact and roll in opposite directions with angular speed omega and 2 omega. Find time tau when they are again in contact. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ വലിയ ഡിസ്ക്. വലിയ ഡിസ്കിൻ്റെ റേഡിയസ് 6 ആണ്. ഇതൊരു ഹൊറിസോണ്ടൽ സർഫസിൽ വെച്ചിരിക്കുന്നു. അതുമായി കോണ്ടാക്റ്റിൽ 2 ചെറിയ ഡിസ്കുകളുണ്ട്. ഇവിടെ ഒരു ഡിസ്ക്, ഇവിടെ ഒരു ഡിസ്ക്, ഇങ്ങനെ 2 ഡിസ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിസ്കുകൾക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. ഇത് ഒന്നാമത്തെ ഡിസ്ക് എന്നും ഇത് രണ്ടാമത്തെ ഡിസ്ക് എന്നും എടുക്കാം. ഈ 2 ഡിസ്കുകളും ഈ വലിയ ഡിസ്കിൻ്റെ സർക്കംഫറൻസിൽ ഇങ്ങനെ റോൾ ചെയ്യുകയാണ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അപ്പോൾ ഒരു ഡിസ്കിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ വേറൊരു ഡിസ്കിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇവരെ റോൾ ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റീസ് ഒന്നിൻ്റേത് ഒമേഗയും രണ്ടാമത്തേതിൻ്റെ 2 ഒമേഗയുമാണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് റോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ ഇവിടെ കോണ്ടാക്റ്റിലാണ്. ഇനിയും കുറച്ച് കഴിയുമ്പോൾ ഇവർ വീണ്ടും കോണ്ടാക്റ്റിൽ എത്തിച്ചേരും. ബിക്കോസ് ദേ ആർ റോളിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എത്ര സമയം കഴിഞ്ഞാണ് ഇത് സംഭവിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ ഇതെങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് എന്ന് പറയാം. ഈ 2 ഡിസ്കും കോണ്ടാക്റ്റിലായിരിക്കുന്ന സമയത്ത് ഈ 2 ഡിസ്കുകളും തമ്മിലുള്ള ഇവരുടെ സെൻറ്റേഴ്സ് തമ്മിലുള്ള ഈ ആംഗിൾ ഇതിവിടെ ഡെൽറ്റ തീറ്റ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡെൽറ്റ തീറ്റ വളരെ ചെറുതാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ ദാറ്റ് സൈൻ ഡെൽറ്റ തീറ്റ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു ഡെൽറ്റ തീറ്റ. അപ്പോൾ എങ്ങനെയാണ് ഇത് റോൾ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റിയാണ്. നമുക്ക് ഈ ഡിസ്കിനെ തിയറിറ്റിക്കലി റെസ്റ്റിലേക്ക് കൊണ്ടുവരാം. ഈ ഡിസ്ക് മാത്രം റോൾ ചെയ്യുന്നത് പോലെ സങ്കല്പിക്കാം. അതിന് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഡിസ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് ഡിസ്ക് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇനീഷ്യലി ആംഗുലർ സെപ്പറേഷൻ ഡെൽറ്റ തീറ്റയാണ്. ഇനിയും ഈ രണ്ടാമത്തെ ഡിസ്ക് റോൾ ചെയ്ത് ഒന്നാമത്തെ ഡിസ്കുമായി കോണ്ടാക്റ്റിൽ വരുമ്പോൾ അതിൻ്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 2π മൈനസ് 2 ടൈംസ് ഡെൽറ്റ തീറ്റയാണ്. അതായത് ഇവിടെ തുടക്കത്തിൽ ഡെൽറ്റ തീറ്റ ഡിഫറൻസ് ഉണ്ട്. ഇവിടുന്ന് റോൾ ചെയ്ത് ഇവിടെ വരുന്ന സമയത്തും ഇതിന് ഇതുപോലെ ഡെൽറ്റ തീറ്റ ഡിഫറൻസിലാണ് ഇത് കോണ്ടാക്റ്റിൽ വരിക. അപ്പോൾ ഇതിൻ്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, റിലേറ്റീവ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സെക്കൻഡ് ഡിസ്ക് വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് ഡിസ്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 2π മൈനസ് ഡെൽറ്റ തീറ്റയാണ്. നമുക്കതിൻ്റെ അനാലിസിസിലേക്ക് കിടക്കാം. The centers of the small disk orbit the large disk center at a radius r dash is equal to r plus r, which is equal to 51r. അതിന് കാരണം r is equal to 50r എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് r dash is equal to r plus r is equal to 51r എന്ന് കിട്ടും. അപ്പം ചെറിയ ഡിസ്ക് വലിയ ഡിസ്കിന് മുകളിൽ അത് റോൾ ചെയ്യുന്ന പാത്തിൻ്റെ റേഡിയസ് 51r ആണെന്ന് മനസ്സിലായി. When the disk touch, the distance between their centers is equal to 2r. ഡിസ്കുകൾ തമ്മിൽ കോണ്ടാക്റ്റിലായിരിക്കുന്ന സമയത്ത് ഇതാണ് അവർ തമ്മിലുള്ള സെപ്പറേഷൻ. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാമോ? അത് 2r ആണ്. ഓക്കെ, അത് 2r ആണ്. യൂസിങ് ദ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് എടുക്കാം. നമുക്കിവിടെ ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് എടുക്കുകയാണെങ്കിൽ
ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്കിൻ്റെ ലെങ്ത് 2r. ആർക്ക് എന്ന് പറയുന്നത് ഈ ദൂരമാണ്. ഈ ദൂരത്തിൻ്റെ വാല്യൂ 2r. ഇത് 2r ആണ്. ആൻഡ് ഈ റേഡിയസ് എന്ന് പറയുന്നത് r പ്ലസ് r ആണ്. അപ്പോൾ നമുക്കിവിടെ ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു 2r പ്ലസ് r എന്ന് കിട്ടി. 2r/51r എന്ന് കിട്ടി. 2/51 ആണ് ഡെൽറ്റ തീറ്റയുടെ വാല്യൂ ഇൻ റേഡിയൻസ്. ഇനിയും റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഈ രണ്ട് ചെറിയ ഡിസ്കുകളും ദേ ആർ റോളിംഗ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ ബിഗർ ഡിസ്ക് വിത്തൗട്ട് സ്ലിപ്പിംഗ്. അപ്പോൾ അതിൻ്റെ ഓരോരുത്തരുടെയും സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ വെലോസിറ്റിയാണ്. ഈ വെലോസിറ്റി എത്രയാണെന്ന് കാണാം. ഓക്കെ, ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സ്പിൻ ആംഗുലർ വെലോസിറ്റി ഇൻറ്റു റേഡിയസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദിസ് സെൻറ്റർ O, അത് വി സെൻറ്റർ ബൈ r പ്ലസ് r ആണ്. V is equal to r omega ആയതുകൊണ്ട് omega is equal to v center by r plus r ആണ്. ഇനിയും ഈ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഡിസ്ക് 1ൻ്റെ ആംഗുലർ വെലോസിറ്റി എത്രയായിരിക്കും? അതിൻ്റെ v സെൻറ്റർ ഒമേഗ r ആണ്, ഡിവൈഡഡ് ബൈ 51r. അപ്പോൾ അത് omega/51 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ഡിസ്കിൻ്റെ ഒമേഗ സ്പിൻ 2 ഒമേഗ ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി എബൌട്ട് ദ സെൻറ്റർ ഓഫ് ദ ബിഗർ ഡിസ്ക് എന്ന് പറയുന്നത് 2 omega r/51 വിച്ച് ഈസ് 2 omega/51. ഇത് രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് റോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിലേറ്റീവ് ആംഗുലർ വെലോസിറ്റി വിൽ ബി omega1 പ്ലസ് omega2. അത് 3 omega/51 എന്ന് നമുക്ക് കിട്ടി. ഇനി ആംഗുലർ ഡിസ്റ്റൻസ് ടു കവർ സ്റ്റാർട്ടിംഗ് ഫ്രം ഡെൽറ്റ തീറ്റ അപ്പാർട്ട് ദ ഡിസ്ക് മസ്റ്റ് സ്വീപ്പ് 2π മൈനസ് 2 ഡെൽറ്റ തീറ്റ റിലേറ്റഡ് ടു ഈച്ച് അതർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒമേഗ റിലേറ്റീവ് ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു 2π മൈനസ് 2 ഡെൽറ്റ തീറ്റ എന്ന് കിട്ടും. എന്താണ് ഇതിൻ്റെ പിന്നിലെ ലോജിക്ക്? ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. റിലേറ്റീവ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 2π മൈനസ് 2 ഡെൽറ്റ തീറ്റയാണ്. അപ്പോൾ ഇവിടെ ഒമേഗ റിലേറ്റീവിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 omega/51 ഇൻറ്റു ടോ ഈസ് ഈക്വൽ ടു 2π മൈനസ് ഡെൽറ്റ തീറ്റ നമുക്കറിയാൻ 2/51 ആണെന്ന് നേരത്തെ മനസ്സിലാക്കി. ഇപ്പോൾ 2π മൈനസ് 4/51 എന്ന് കിട്ടി. സോ ടോ ഈസ് ഈക്വൽ ടു 51/3 omega ഇൻറ്റു 2π മൈനസ് 4/51. സോ കറക്റ്റ് ഓപ്ഷൻ ഈ സി ആണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. സി എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം കപ്പിൾ ഇൻഡക്ടേഴ്സും റെസണൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ഈ ചോദ്യമെന്ന് നമുക്ക് നോക്കാം. എ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു എ ലാർജ് സോളിനോയിഡ്, ലെങ്ത് d, ഏരിയ s ആൻഡ് നമ്പർ ഓഫ് ടേൺസ് n ടേൺസ് പെർ മീറ്റർ. സെൽഫ് ഇൻഡക്റ്റൻസ് L. A small coil d/2 s/2 2n turns per meter. Diameter d/2 ആണ്, ഏരിയ ക്രോസ് സെക്ഷൻ s/2 ആണ്, നമ്പർ ഓഫ് ടേൺസ് 2n turns per meter ആണ്. സിറ്റ്സ് എൻറ്റയർലി ഇൻസൈഡ് ഇറ്റ്, ഷോർട്ട് സർക്യൂട്ടഡ്. ഫൈൻഡ് ദ റെസണന്റ് ഫ്രീക്വൻസി. ഇതാണ് ചോദ്യം. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു വലിയ കോയിലുണ്ട്. ഇതാണ് വലിയ കോയിൽ. വലിയ കോയിലിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ s ആണ്, നമ്പർ ഓഫ് ടേൺസ് n ആണ്, അതിൻ്റെ ലെങ്ത് ആണെങ്കിൽ d ആണ്. This is connected to a capacitor. And a source. Source ഇവിടെ കാണിച്ചിട്ടുണ്ട്. Let the source voltage be V. ഇനിയും ഈ ഇൻഡക്ടറിന് അകത്ത്, പൂർണ്ണമായിട്ടും അകത്ത് വേറൊരു ചെറിയ ഇൻഡക്ടർ വെച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. അതിനകത്ത് വേറെ കോമ്പണൻസ് ഒന്നുമില്ല. ഇറ്റ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. മാത്രമല്ല അതിൻ്റെ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 0 ആണ്. വലിയ കോയിലിൻ്റെയും റെസിസ്റ്റൻസ് ഈക്വൽ ടു 0 ആണ്. ഐഡിയൽ സർക്യൂട്ട്സ് ആണ്. രണ്ട് കോയിലിൻ്റെയും റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഇതിന് 2n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. ഇതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ s/2 ആണ്. ഇതിൻ്റെ നീളം d/2 ആണ്. നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ആണ്. ഏരിയ ക്രോസ് സെക്ഷനും നീളവും d/2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഓസിലേഷൻ്റെ ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓസിലേഷൻ്റെ ഫ്രീക്വൻസി ഈ ചെറിയ കോയിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി എന്തായിരിക്കും? ഒമേഗ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ √LC ആയിരിക്കും. ഇവിടെ L എന്ന് പറയുന്നത് L1 ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ
റെസണൻറ്റ് ഫ്രീക്വൻസി രണ്ടാമത്തെ കോയിൽ ഇല്ലായിരുന്നുവെങ്കിൽ. രണ്ടാമത്തെ കോയിൽ ഉള്ളത് കൊണ്ട് ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുകയും ഇഫക്റ്റീവ് ഇൻഡക്റ്റൻസ് മാറുകയും ചെയ്യും. അപ്പോൾ രണ്ട് കോയിൽ ഇങ്ങനെ മാഗ്നറ്റിക്കലി കപ്പിൾഡായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇവരുടെ ഇഫക്റ്റീവ് ഇൻഡക്റ്റൻസ് നമുക്ക് കാണണം. അപ്പോൾ നമുക്കിത് പ്രൊസീഡ്. അപ്പോൾ ലോജിക്ക് മനസ്സിലായല്ലോ. രണ്ട് കോയിലുകൾ മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആയതുകൊണ്ട് ഇവരുടെ ഇഫക്റ്റീവ് ഇൻഡക്റ്റൻസ് നമ്മൾ കാണണം. ആ ഇഫക്റ്റീവ് ഇൻഡക്റ്റൻസ് വേണം ആംഗുലർ ഫ്രീക്വൻസിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം ലാർജ് കോയിൽ എടുക്കുക, അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കാണുക. ലാർജ് കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് μ0 n² S/d. നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണ്. ഇത് L ആണെന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അത് L എന്ന് എടുക്കുക. രണ്ടാമത്തെ കോയിൽ എടുക്കുക. രണ്ടാമത്തെ കോയിൽ μ0 നമ്പർ ഓഫ് ടേൺസ് 2n² S/2 × d/2. കാരണം അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ S/2 ആണ്, നീളമാണെങ്കിൽ d/2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ μ0 n² SD. അപ്പോൾ ഇതും സെയിം ആണെന്ന് വന്നില്ലേ? അപ്പോൾ ഇതും എന്താണ്? L2 ഈസ് ഓൾസോ ഈക്വൽ ടു L. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണുക. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണുമ്പോൾ നമുക്ക് കോമൺ ഏരിയ എടുക്കണം, കോമൺ ലെങ്ത്തും എടുക്കണം. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് μ0 ഒന്നാമത്തെ നമ്പർ ഓഫ് ടേൺസ് n, രണ്ടാമത്തെ നമ്പർ ഓഫ് ടേൺസ് 2n, കോമൺ ഏരിയ S/2, നീളം d/2. അപ്പോൾ കോമൺ ഏരിയയും കോമൺ ലെങ്ത്തും എടുക്കുമ്പോൾ അത് ചെറിയ കോയിലിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ നീളവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് m എന്ന് പറയുന്നത് L/2 എന്ന് കിട്ടി. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അപ്പം ഞാൻ ഇവിടെ L1 കണ്ടു, L2 കണ്ടു, m കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഷോർട്ടർ കോയിൽ, നമുക്ക് ഇനിയിപ്പോൾ L ഇൻഡക്റ്റൻസ് L ഇഫക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് കോയിൽ സർക്യൂട്ടിലേക്കും KVL അപ്ലൈ ചെയ്യാം. KVL അപ്ലൈ ചെയ്ത് ദർ ഈസ് എ മെത്തേഡ്, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഷോർട്ടർ കോയിലിലേക്ക് KVL അപ്ലൈ ചെയ്താൽ അതിനകത്ത് വേറെ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് EMFകളൊന്നുമില്ല. സോ 0 ഈസ് ഈക്വൽ ടു L × di2/dt പ്ലസ് m × di1/dt എന്ന് കിട്ടും. ഈക്വേഷൻ എങ്ങനെയാണ് കിട്ടിയത്? ദിസ് ഈസ് ബൈ അപ്ലൈയിങ് KVL. ഇതിനകത്ത് എക്സ്റ്റേണൽ വോൾട്ടേജുകളൊന്നുമില്ല. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഈ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. ദ സം ഓഫ് ദീസ് ടു ടേംസ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇവിടെ നിന്ന് ഞാൻ di2/dt, അതായത് രണ്ടാമത്തെ കോയിലിലെ കറണ്ടിന്റെ റേറ്റ് ഓഫ് ചേഞ്ച്, ദാറ്റ് ഈസ് ഈക്വൽ ടു -m/L2 × di1/dt. എന്തിനാണ് ഇതിങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ പിന്നീട് എനിക്കിത് ഒരിടത്ത് സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി വരും. ഇനിയും ഇഫക്റ്റീവ് ഇൻഡക്റ്റൻസ് സീൻ ബൈ ദ സർക്യൂട്ട്. ഇഫക്റ്റീവ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് L ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു L1 - m²/L2 എന്ന് കിട്ടും. എങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടിയത്? ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. രണ്ടാമത്തെ കോയിലിലേക്ക് നമുക്ക് KVL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സോഴ്സ് ഓഫ് EMF ഉണ്ട്, V. അപ്പോൾ V ഈസ് ഈക്വൽ ടു നമുക്ക് L1 × di1/dt എന്ന് എഴുതാം. L1 × di1/dt എന്ന് പറയുന്നത് ആദ്യത്തെ കോയിലെ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF പ്ലസ് അതിനകത്ത് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് m × di2/dt എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് V ഈസ് ഈക്വൽ ടു L1 × di1/dt പ്ലസ് m × ഈ di2/dt ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് നമുക്ക് വേണമെന്നുള്ളത്. അത് m1/L2 × di1/dt ആണ്. അത് -m/L2 × di1/dt ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതൊന്നുകൂടി നമ്മളിവിടെ എടുത്തെഴുതുകയാണെങ്കിൽ V ഈസ് ഈക്വൽ ടു, ഞാനിവിടെ L1 - m²/L2 × di1/dt ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ എഴുതാം. V ഈസ് ഈക്വൽ ടു L ഇഫക്റ്റീവ് × di1/dt എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്നും എനിക്ക് L ഇഫക്റ്റീവ് കിട്ടും.
അപ്പോൾ നമുക്ക് ഇവിടുന്ന് എൽ ഇഫക്റ്റീവ് എന്താണെന്ന് എഴുതാം. സോ എൽ ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു L1 മൈനസ് എം സ്ക്വയർ ഡിവൈഡഡ് ബൈ L2. ഇതാണ് ഞാൻ അവിടെ നേരത്തെ എഴുതിയ ഇക്വേഷൻ. ഓക്കെ, ഇങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഉള്ളത്. ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ എൽ ഇഫക്റ്റീവ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എൽ ഇഫക്റ്റീവ് കഴിഞ്ഞാൽ എൽ ഇഫക്റ്റീവിൻ്റെ വാല്യൂ കാണാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L1ൻ്റെ വാല്യൂ L ആണ്, എം സ്ക്വയറിൻ്റെ വാല്യൂ L/2 ദ ഹോൾ സ്ക്വയർ ആണ്, L2ൻ്റെ വാല്യൂ L ആണ്. അപ്പോൾ അത് 3L/4 എന്ന് കിട്ടും. അപ്പോൾ 3L/4 എന്ന് പറയുന്നതാണ് ഇഫക്റ്റീവ് ഇൻഡക്റ്റൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റെസൊണന്റ് ഫ്രീക്വൻസി? ω0 ഈസ് ഈക്വൽ ടു 1/√of L ഇഫക്റ്റീവ് ഇൻറ്റു C എന്ന് കിട്ടും. അപ്പോൾ 1/√of 3L/4 ഇൻറ്റു C എന്ന് കിട്ടും. 4 റൂട്ടിനകത്ത് നിന്ന് പുറത്തെടുക്കുമ്പോൾ 2 ആകും. അപ്പോൾ ω0 ഈസ് ഈക്വൽ ടു 2/√of 3LC എന്ന് കിട്ടും. കറക്റ്റ് ഓപ്ഷൻ ഈസ് C. ഓക്കെ, അപ്പോൾ ആ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയും റോളിംഗ് ഓഫ് എ സിലിണ്ടർ അറൗണ്ട് ദ കോർണർ ഓഫ് എ ടേബിൾ ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എ സോളിഡ് സിലിണ്ടർ, അടുത്ത ചോദ്യം. എ സോളിഡ് സിലിണ്ടർ ഓർ റേഡിയസ് ആർ റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് വിത്ത് എ സെൻറ്റർ ഓഫ് മാസ് സ്പീഡ് V0 ഈസ് ഈക്വൽ ടു √g/3. അപ്പോൾ ഈ കാണുന്ന സിലിണ്ടർ ഈസ് റോളിംഗ് വിത്ത് എ ആംഗുലർ സ്പീഡ് ഓഫ് linear speed of √g/3 toward a vertical edge. Find the center of mass speed at the instant the cylinder loses contact with the corner. അപ്പോൾ ഇത് ഇവിടെ എത്തി, ഇതിവിടെ ഇങ്ങനെ താഴോട്ട് വീഴും. ആ സമയത്ത് ഇപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാകും. നോർമൽ റിയാക്ഷൻ 0 ആകുന്ന പോയിന്റാണ് ഇത് കോണ്ടാക്ട് ലൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സെൻട്രൽ ഓഫ് മാസിൻ്റെ സ്പീഡ് വെൻ ഇറ്റ് ലൂസസ് കോണ്ടാക്ട് വിത്ത് ദ കോർണർ? ഇതാണ് ചോദ്യം. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ, നമുക്ക് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിങ്ങിൻ്റെ കണ്ടീഷനും അതുപോലെ തന്നെ കൈനറ്റിക് എനർജി കൺസർവേഷനും അല്ലെങ്കിൽ എനർജി കൺസർവേഷനും അപ്ലൈ ചെയ്ത് നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സിലിണ്ടർ റോൾ ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ താഴോട്ട് പതുക്കെ ഡിസെൻഡ് ചെയ്യും. അങ്ങനെ അവിടെ എബൌട്ട് ദിസ് പോയിന്റ്, ഇതൊരു പോയിന്റ് പിവട്ടായി വെച്ചുകൊണ്ട് ഇത് താഴോട്ട് പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് വരും. സോ ദർ ഈസ് എ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് തുടക്കത്തിൽ R ഹൈറ്റിലായിരുന്നു. അപ്പം ഇവിടെ എത്തി ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് പോകുന്ന സമയത്ത് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഉയരം കുറയും. അപ്പോൾ ദർ ഈസ് എ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ദറ്റ് ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രൊസീഡ് ചെയ്യുന്നത് ഇവിടെ ഞാൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ദ കോർണർ ബിക്കംസ് ആൻ ഇൻസ്റ്റന്റേനിയസ് പിവറ്റ്, നോ ഇമ്പൾസീവ് വർക്ക് ഡൺ. പതുക്കെ ഗ്രാജുവലായിട്ടാണത് അത് റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് പോകുന്നത്. അതൊരു ഇമ്പൾസ് റിയാക്ഷൻ അല്ല, ഇറ്റ് ഈസ് എ ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ. പാരലൽ ആക്സസ് തിയറം വെച്ചുകൊണ്ട് നമുക്ക് ആ സോളിഡ് സിലിണ്ടറിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദ കോർണർ കാണാം. അപ്പോൾ ½ mr² ആണ് ICM പ്ലസ് mr² ഈസ് ഈക്വൽ ടു 3/2 mr² എന്ന് കിട്ടി. അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ I കോർണർ ω0². അപ്പോൾ അത് 3/4 mV0² എന്ന് കിട്ടും, വിച്ച് ഈസ് 3/4 m ഇൻറ്റു GR/3 വിച്ച് ഈസ് mgr/4. അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു mgr ഡിവൈഡഡ് ബൈ 4. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം നമുക്ക് ω0ൻ്റെ വാല്യൂ നമ്മൾ പിന്നീട് അത് V0ലേക്ക് അത് മാറ്റി. V0 GR/3 ആയതുകൊണ്ട് mgr/4. ആ GR/3 എന്ന് പറയുന്ന വെലോസിറ്റിക്ക് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഞാൻ അവസാനം അത് പറയാം. അപ്പം ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ആദ്യത്തെ പൊസിഷൻ ഓഫ് ദ സിലിണ്ടർ. പിന്നെ അത് ഉരുണ്ട് താഴോട്ട് വരുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ പൊസിഷൻ വെൻ ഇറ്റ് ലൂസസ് കോണ്ടാക്ട്. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ നോർമൽ റിയാക്ഷൻ. പിന്നെ ഇവിടെ കാണുന്ന ഇത്രയും ദൂരമാണ് അത് താഴോട്ട് ഡിസെൻഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ΔH എന്ന് പറയുന്നത്. അപ്പോൾ ΔH നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ΔH. അപ്പോൾ ഇവിടെ സെൻറ്റർ ഓഫ് മാസ് ഓർബിറ്റ്സ് ദ കോർണർ അറ്റ് റേഡിയസ് R
റൊട്ടേഷൻ ബൈ തീറ്റ ലോവേഴ്സ് ദ സെൻറ്റർ ഓഫ് മാസ് എച്ച് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇതാ ഈ കാണുന്ന ദൂരം, ഈ ദൂരം ആർ മൈനസ് ആർ കോസ് തീറ്റ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് താഴോട്ട് ഇറങ്ങുന്ന ഡിസ്റ്റൻസ് എച്ച് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ആണ്. അപ്പോൾ എം ജി ഇൻറ്റു എച്ച് ആയിരിക്കും ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, ഇനി അത് കോസ് തീറ്റ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോർണറിൽ ഇങ്ങനെ ഇത് കുത്തി കറങ്ങുന്ന ആ ഇൻസ്റ്റൻറ്റിൽ നമുക്ക് സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഈ പോയിന്റിന് എബൌട്ട് ആയിട്ടാണ് ഇത് കറങ്ങുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ വെയിറ്റിൻ്റെ ഒരു കോമ്പണൻ്റ് ഉണ്ട് വിച്ച് ഈസ് എം ജി കോസ് തീറ്റ. ഈ ഡയറക്ഷനിൽ നമുക്ക് നോർമൽ റിയാക്ഷനും ഉണ്ട്. സോ വാട്ട് ഈസ് എ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ടുവേഴ്സ് ദ സെൻറ്റർ? നെറ്റ് ഫോഴ്സ് ആക്ടിങ് ടുവേഴ്സ് ദ സെൻറ്റർ എന്ന് പറയുന്നത് എം ജി കോസ് തീറ്റ മൈനസ് നോർമൽ റിയാക്ഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. വി എന്ന് പറയുന്നത് ആ സമയത്തെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി. ഇനി വെൻ ഇറ്റ് ലൂസസ് കോണ്ടാക്ട് എൻ ഈസ് ഈക്വൽ ടു 0 ആയി. എൻ ഈസ് ഈക്വൽ ടു 0 ആയപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ എന്ന് കിട്ടി. അപ്പം നമുക്കിവിടെ എച്ച് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ഉണ്ടല്ലോ ഈ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ കോസ് തീറ്റയുടെ വാല്യൂ നമുക്ക് വി സ്ക്വയർ ബൈ ജി ആർ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. എന്താണ് എനർജി കൺസർവേഷൻ? ലോസ് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് the center of the sphere is equal to gain in kinetic energy of the sphere. അപ്പോൾ ഹാഫ് 3/4 mv സ്ക്വയർ ആണ് ഫൈനൽ കൈനറ്റിക് എനർജി. mgr/4 ആണ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് ഈക്വൽ ടു mgr ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു നമുക്ക് mgh എന്ന് കിട്ടി. ഇനിയും ഈ എം ത്രൂ ഔട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3/4 വി സ്ക്വയർ മൈനസ് ജി ആർ ബൈ 4 ഈസ് ഈക്വൽ ടു ജി ആർ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജി ആർ എന്ന് കിട്ടി. ഇനി ജി ആർ ഇൻറ്റു കോസ് തീറ്റ. ജി ആർ ഇൻറ്റു കോസ് തീറ്റയ്ക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് വി സ്ക്വയർ എന്ന് വരെ കിട്ടും. അപ്പോൾ 7/4 വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 5/4 ജി ആർ എന്ന് കിട്ടും. സോ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 ജി ആർ ബൈ 7. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്തത് ഇറ്റ് ഈസ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ആ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഐ കാൽക്കുലേറ്റഡ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ സിലിണ്ടർ ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഓക്കെ, ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ സിലിണ്ടർ വെൻ ഇറ്റ് ലൂസസ് കോണ്ടാക്ട് ഈസ് ഈക്വൽ ടു ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിലിണ്ടർ. ഇതാണ് അതിന് പിന്നിലെ ലോജിക്ക്. വെരി ഈസിലി, വളരെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും ഇഫ് യു നോ ദ കോൺസെപ്റ്റ്സ് വെൽ. എല്ലാവർക്കും ഇത് മനസ്സിലായി. ഞാൻ പിന്നെ വേറെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. ഈ വെലോസിറ്റിക്ക് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇതിൻ്റെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്നത് റൂട്ട് ഓഫ് ജി ആർ ബൈ 3 ആണ്. അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഞാൻ വിട്ടുതരുന്നു. അതായത് ഈ വെലോസിറ്റി ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ അതാ ഈ കോർണറിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് വീടില്ല. അത് ഇവിടുന്ന് മുന്നോട്ട് തെറിച്ചു പോകും. ലൈക്ക് എ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ. ഒരു പർട്ടിക്കുലർ വെലോസിറ്റിക്ക് താഴെയാണെങ്കിൽ മാത്രമാണ് ആ കോർണറിൽ നിന്നുകൊണ്ട് ഇതിങ്ങനെ തിരിഞ്ഞ് റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് വീഴുക. ഏതാണ് ആ വെലോസിറ്റി? നിങ്ങൾക്ക് ചിന്തിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഈ ജി ആർ ബൈ 3യുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വി നോട്ടിൻ്റെ വാല്യൂ എന്ത് വേണമെങ്കിലും ആകാം എന്നിവിടെ നമുക്ക് കരുതാൻ പറ്റില്ല. വി നോട്ടിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂ ആയാൽ മാത്രമേ, ഒരു പർട്ടിക്കുലർ വാല്യൂവിന് താഴെ ആയാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. അതിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ അത് നേരെ മുന്നോട്ട് തെറിച്ചു പോകും. ലൈക്ക് എ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ. ഓക്കെ, അപ്പോൾ വെറുതെ എല്ലാ വാല്യൂ തന്നിരിക്കുന്നത് ദർ ഈസ് എ റീസൺ. ആലോചിക്കൂ. നമുക്ക് ക്ലാസ്സുകളിൽ അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് എ ഡബിൾ കോൺവെക്സ് ലെൻസ് എൻ ജി ഈസ് ഈക്വൽ ടു 1.5 ആൻഡ് റേഡിയ ഈസ് ഈക്വൽ ടു 20 cm is immersed in a liquid of refractive index NL. Which graph correctly shows the variation of power in diopters versus NL? ഇതാണ് ചോദ്യം. ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ് ഒരു ലിക്വിഡിനകത്ത് ഇമേഴ്സ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രാജുവലായിട്ട് വേരി ചെയ്യുന്നു. അങ്ങനെ വരുന്ന സമയത്ത് പവറിൻ്റെ വേരിയേഷൻ വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലിക്വിഡ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പവർ കാണുക എന്ന് നോക്കാം. അതിന് നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സർഫസിൻ്റെ റേഡിയസ് R1 0.2 മീറ്റർ, സെക്കൻഡ് സർഫസിൻ്റെ റേഡിയസ് -0.2 മീറ്റർ അക്കോർഡിംഗ് ടു ദ സൈൻ കൺവെൻഷൻ.
അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പവർ ഈസ് ഈക്വൽ ടു 1/f ആണ്. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു Ng/NL - 1 ഇൻറ്റു 1/R1 - 1/R2. അപ്പോൾ എൻ ജിയുടെ വാല്യൂ 1.5 ആണ്. 1.5 ഡിവൈഡഡ് ബൈ NL - 1 ഇൻറ്റു 1/R1 - 1/R2 എന്ന് പറയുന്നത് 1/0.2 പ്ലസ് 1/0.2 2/0.2 എന്ന് കിട്ടും. 2/0.2 ഈസ് 10. അപ്പോൾ 15/NL - 10 എന്ന് കിട്ടും. ഇതാണ് പവറിൻ്റെ. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്താണ് കിട്ടിയത്? P ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ NL - 10. അപ്പോൾ ഇത് പവർ ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു NL അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്യാം. ഇറ്റ് വിൽ ബി എ റെക്ടാങ്കുലർ, ഇറ്റ് വിൽ ബി എ ഹൈപ്പർബോള. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം NLൻ്റെ വാല്യൂ. നമുക്ക് ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ഇതാവാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് NLൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്ത് പവറിൻ്റെ വാല്യൂ 5 ആണോ എന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ NLൻ്റെ വാല്യൂ 0 അല്ല, NLൻ്റെ വാല്യൂ 1 ആണ്. NLൻ്റെ വാല്യൂ തുടങ്ങുന്നത് 1ൽ നിന്നാണ്, 1.0. അപ്പോൾ NLൻ്റെ വാല്യൂ 1.0 ആകുന്ന സമയത്ത് എത്രയാണ് നോക്കാം. NLൻ്റെ വാല്യൂ 1.0 ആണെങ്കിൽ പവറിൻ്റെ വാല്യൂ +5 ആണ്. അപ്പോൾ ഇതൊരു കോൺവെക്സ് ലെൻസായിട്ട് കൺവേർജിങ് ലെൻസായിട്ട് ആക്ട് ചെയ്യും കണ്ടോ. അപ്പോൾ ഈ NLൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്. 1 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ ആ വാല്യൂ കറക്റ്റാണ്. ഇവിടെയും അത് തന്നെയാണ്, 5 ആണ്. ഇനി NLൻ്റെ വാല്യൂ 1.5 ആകുമ്പോഴോ, NLൻ്റെ വാല്യൂ ഇവിടെ 1. അപ്പോൾ NLൻ്റെ വാല്യൂ 1.5 ആകുമ്പോൾ പവറിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ NLൻ്റെ വാല്യൂ നിങ്ങൾ 1.5 എന്ന് ഇവിടെ കൊടുത്തു നോക്കൂ. അപ്പോൾ ഇത് 10 - 10 എന്ന് വരും. അപ്പോൾ ഇത് 0 ആയിട്ട് മാറും. ഇനി NLൻ്റെ വാല്യൂ 2 ആകുമ്പോൾ -2.5 ആണോ നോക്കൂ. NLൻ്റെ വാല്യൂ ഇത് 2 ആണ്. 2 ആകുന്ന സമയത്ത് ഇത് കിട്ടേണ്ടത് എത്രയാണ്? ഇത് -2.5 ആണ്. അപ്പോൾ ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ ഗ്രാഫ് ശരിയാണ്. രണ്ടാമത്തെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ വരാൻ സാധ്യതയില്ല. ഒന്നാമത്തെ ഗ്രാഫാണ് കൂടുതൽ അക്യുറേറ്റ്. കാരണം അത് ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഒരു കർവ് ആയിരിക്കണം. അപ്പോൾ ഇത് വെച്ച് ചിന്തിക്കുമ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഈസ് എ. അപ്പോൾ 4 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വിശദമായ ഡിസ്കഷൻസും നിൻ്റെ പേപ്പർ അനാലിസിസും ഒക്കെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നടക്കുന്നതായിരിക്കും. അടുത്ത 4 ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.